ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെട്രിക്സ് കോഡിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ CGL Tier 2 ഇതിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരുപാട് കാലം മുന്നേ SSC എക്സാംസിന് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണിത്, മെട്രിക്സ് കോഡിംഗ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതും ഓപ്ഷൻ എലിമിനേഷൻ ത്രൂ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വരാനിരിക്കുന്ന SSC എക്സാമുകൾക്ക് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, എന്താണ് ചോദ്യമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പോൾ ഇവിടെ രണ്ട് മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10th പഠിക്കുന്ന മെട്രിക്സ് അല്ല ഇവിടെ. അപ്പോൾ രണ്ട് മെട്രിക്സസ് തന്നിട്ടുണ്ട്. അതിൽ കുറേ ലെറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നോക്കുക, ഓരോ ലെറ്റേഴ്സിനെയും നമ്മൾ റോ കോളം എന്നുള്ള രീതിയിലാണ് നമ്പർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് M എന്ന് പറയുന്ന ഒരു ലെറ്ററിനെ നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാന്നറിയോ? എമ്മിന്റെ ആദ്യം റോ നമ്പർ, പിന്നീട് കോളം നമ്പർ, ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ M എന്ന് പറയുന്നത് നോക്കുക, 00 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? കോഡ് ചെയ്യാൻ സാധിക്കും അല്ലേ? M അവിടെ മാത്രമാണോ ഉള്ളതല്ല, ഇവിടെയുണ്ട്. അപ്പോൾ M എന്താണ്? 04 ആണ്. M പിന്നീട് എന്താണ്? 12 ആണ് അല്ലേ? അതുപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A നോക്കുക, A എന്ന് പറയുന്നത് 31 ആണ്. അപ്പൊ ആ രീതിയിൽ ഓരോ ലെറ്ററിനെയും എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ലെറ്ററിന് തന്നെ പല കോഡുകൾ ഇവിടെ ആക്ച്വലി പോസിബിൾ ആണ് അല്ലെ? അങ്ങനെ ഓരോ ലെറ്റേഴ്സിന്റെയും കോഡ് കൃത്യമായിട്ട് രണ്ട് മെട്രിക്സിലൂടെ അവർ തന്നിട്ടുണ്ട്. നോക്കുക, ഇത് ഒന്നാമത്തെ മെട്രിക്സ് ആയിട്ട് എടുക്കാം, ഇത് രണ്ടാമത്തെ മെട്രിക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ചോദ്യം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവര് നമുക്കൊരു വാക്ക് അങ്ങോട്ട് തരും. അതിനെ കോഡ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ 4 ഓപ്ഷൻസും തരും. ഏത് ഓപ്ഷനാണ് ഇവിടെ കൃത്യമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് DUNG അല്ലെ, ഡങ് എന്ന് പറയുന്ന ഈ വാക്കിനെ എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യുക? അപ്പോൾ D എന്ന് പറയുന്നതിന് ഏതൊക്കെയാണ് സാധ്യത, U എന്ന് പറയുന്നതിന് ഏതൊക്കെയാണ് സാധ്യത, N എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പർ ആവാൻ പറ്റും അല്ലെ, G എന്ന് പറയുന്നത് ഏതൊക്കെ നമ്പർ ആവാൻ പറ്റും, ആ രീതിയിലാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാക്ക് ഡങ് ആണ് അല്ലെ? അപ്പോൾ D എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആദ്യം ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ D എന്ന് പറയുന്നത് ഈ സെക്ഷനിലാണോ, അതായത് രണ്ടാമത്തെ മെട്രിക്സിലാണോ, അല്ല ഒന്നാമത്തെ മെട്രിക്സിലാണോ? ഇറ്റ്സ് വെരി ക്ലിയർ. D നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെയാണ് അല്ലെ? ഒന്നാമത്തെ മെട്രിക്സിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിയുടെ നമ്പർ ഒരിക്കലും 5നേക്കാളും വലുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇവിടെ D ഇല്ല. D നമുക്ക് എവിടെ മാത്രമേ ഉള്ളൂ? ഇവിടെയുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ജിക്ക് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 44 എന്ന് പറയുന്നതാണ് അല്ലെ? നോക്കുക, ഇപ്പൊ ഈ ഒരു ലൈനിലാണ് വരുന്നതെങ്കിൽ നോക്കുക, 42 എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യം നമ്പർ അല്ലെങ്കിൽ ഈ പറയുന്ന ലെറ്ററിന്റെ നമ്പർ ഏത് റേഞ്ചിലാണ് നോക്കണം. അതായത് മെട്രിക്സ് 1ലാണോ മെട്രിക്സ് 2ലാണോ? അപ്പൊ വളരെ ക്ലിയർ ആണ്, നമുക്കത് മെട്രിക്സ് 1ലാണ് കാണുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഒരു ഓപ്ഷനിൽ 77 എന്ന് വരികയാണെന്ന് വിചാരിക്കുക. ഒരിക്കലും അത് ആൻസർ ആവാൻ പോകുന്നില്ല. അതായത് ആദ്യത്തെ നമ്പർ 77 ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്നതാ അല്ലെ? 5നേക്കാളും കൂടുതലായിട്ടുള്ള എന്ത് വന്നാലും അത് രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്നതാണ്. സ്വാഭാവികമായിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഒഴിവാക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇവിടെ ഒന്നാമത്തെ സെക്ഷനിലാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നമുക്കിവിടെ കാണുമ്പോൾ 4 എണ്ണവും ഈ പറയുന്നത് പോലെ ഈ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ആൻസർ ആവാൻ 4ഉം യോഗ്യനാണ്. പക്ഷേ ഒരു കാര്യം നോക്കുക, നമ്മുടെ D എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന മെട്രിക്സ് 1ല് ഒരൊറ്റ ലൊക്കേഷനിലേ ഉള്ളൂ. ആണോ അല്ലയോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക? ഇല്ല. എന്ന് പറയുമ്പോൾ അതിനൊരൊറ്റ കോഡല്ലേ ഉണ്ടാവുള്ളൂ. ആണ്. അപ്പൊ D സ്റ്റാർട്ട് ചെയ്യേണ്ടത് 42 എന്നുള്ള രീതിയിലാണ്. ആൻഡ് നമ്മൾ നോക്കുമ്പോൾ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ D ആണ് ഇവിടെ ശരി ഉത്തരം വരുന്നത്. ഇനിയിപ്പോ നമ്മൾ ഓപ്ഷൻ A നോക്കുക, 31 അല്ലെ? നോക്കുക, 3 1 A ആണ് വരുന്നത്. ഒരിക്കലും ആവില്ല, നമുക്ക് ഡങ് ആണ് വേണ്ടത്. അപ്പൊ ഒരിക്കലും ഓപ്ഷൻ A അല്ല നമുക്ക് പറയാം അല്ലെ? ഓപ്ഷൻ A ഇവിടെ ഒരിക്കലും അല്ല. ഇനി നമ്മൾ അടുത്ത നോക്കുകയാണ്, 20 അതെന്താ? F ആണ്, ഒരിക്കലും ആൻസർ അല്ല. അടുത്തത് 3 ആണ്, നോക്കുക, 3 J ആണ്, ഒരിക്കലും ആൻസർ അല്ല. വിൽ ഗെറ്റ് ഓപ്ഷൻ D ആസ് ദ റൈറ്റ് ആൻസർ അല്ലെ? ഓപ്ഷൻ D ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഇനി നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും ആദ്യം എടുക്കാം. ഡിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ U എടുക്കണം, N എടുക്കണം, G എടുക്കണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ G എന്ന് പറയുന്ന ലെറ്റർ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക, G ആണ് എടുക്കുന്നത് വിചാരിക്കുക. G എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? നോക്കിയിട്ട് പറയുക, G ഇവിടെ എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? നോക്കുക, ഇവിടെ G ഉണ്ടല്ലേ? ഇവിടെ എവിടെയെങ്കിലും G ഉണ്ടോ? ഇതിൽ G ഇല്ല. അപ്പൊ ജിയുടെ വാല്യൂ ഒരിക്കലും 50 above വരാൻ പോകുന്നില്ല. ആണോ അല്ലയോ? നോക്കുക, ഏതിലെങ്കിലും G ഉണ്ടോ? G ഇവിടെ വെടിയില്ല. അപ്പൊ G റേഞ്ച് ചെയ്യുന്നത്
ഈ പറയുന്ന മെട്രിക്സ് 1-ലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുക, അവസാനത്തെ നമ്പർ 96 വരില്ല, 88 വരില്ല, 75 വരില്ല. കാരണം അതൊക്കെ എന്താ, രണ്ടാമത്തെ മെട്രിക്സിൽ വരുന്ന നമ്പേഴ്സ് ആണ്. ഇവിടെ നമുക്ക് ജി ഇല്ലതാനും. സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം വരും, അല്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ നമ്പർ ചെയ്യുന്ന റോ ആദ്യം, കോളം പിന്നീട് എന്നുള്ളതിലാണ്. RC എന്നുള്ള രീതിയിലാണ്, അല്ലെ? റോ കോളമാണ്, കോളം റോ എന്നുള്ളതല്ല. റൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആൻഡ് ഹിയർ വി ഗോ. ഓക്കെ, സോ നമ്മുടെ വാക്ക് എന്ന് പറയുന്നത് ഫ്രോഗ് ആണ്, അല്ലെ? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 2 മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, നമുക്ക് ആദ്യം വേണ്ടത് എഫ് ആണ്. എഫ് എന്തായാലും ഈ റേഞ്ചിൽ വരുന്ന ആൾ തന്നെയാണ്. എഫ് ആ റേഞ്ചിൽ വരുന്ന ആൾ തന്നെയാണ്, അല്ലെ? അപ്പൊ നോക്കുക, ഇത് 0 മുതൽ 3 വരെ ഉള്ളൂ. ഇവിടെ ഏതെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാം ആൻസർ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കാം. 55 55 നോക്കുക, 55, അല്ലെ? ക്ലിയർ ആണ്. എഫ് കൃത്യമായിട്ട് വരുന്നുണ്ട്, ആൻസർ ആവാൻ സാധ്യതയുണ്ട്. അടുത്ത 76 അല്ലെങ്കിൽ 47 നോക്കാം, ഓപ്ഷൻ ബി. 47 കൃത്യമാണ്, അതും ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. അടുത്ത നമുക്ക് നോക്കാം 76 കൃത്യമായിട്ട് എഫ് തന്നെയാണ്. 64 കൃത്യമായിട്ട് എന്താണ്, എഫ് തന്നെയാണ്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നോ ഇഷ്യൂസ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് 6 ആണ്. 6 നോക്കുക, മെട്രിക്സ് 1-ലാണോ മെട്രിക്സ് 2-ലാണോ? 6 മെട്രിക്സ് 1-ലാണ് കാണുന്നത്, മെട്രിക്സ് 2-ൽ കാണുന്നില്ല, അല്ലെ? അപ്പൊ എന്തായാലും 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ റേഞ്ചിലാണ്, 30ന്റെ റേഞ്ചിൽ നിൽക്കണം. രണ്ടാമത്തെ നമ്പർ 30ന്റെ റേഞ്ചിൽ നിൽക്കണം. നോക്കുക, 76 ഒരിക്കലും അത് ആൻസർ ആവുന്നില്ല. ഇനി നമുക്ക് നോക്കാം ബാക്കിയുള്ള, അല്ലെ, ഓരോ ഓപ്ഷനിലും രണ്ടാമത്തെ നമ്പറുകൾ ഒന്ന് കമ്പയർ ചെയ്യാം. സോ 32 എന്ന് പറയുമ്പോൾ 32 6 പോസിബിൾ ആണ്. അടുത്ത് നോക്കുക, 12 എന്ന് പറയുന്നത് സെഡ് ആണ് വരുന്നത്, ഒരിക്കലും ഇവിടെ സിയും ആൻസർ ആവുന്നില്ല, അല്ലെ? സിയും ആൻസർ ആവുന്നില്ല. അടുത്ത നമുക്ക് നോക്കാം 20 എന്ന് പറയുന്നുണ്ട്, 20 കൃത്യമാണ്, അതും എന്താവാം, ഡിയും ഇവിടെ ആൻസർ ആവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണ്, ഒ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഒ എന്ന് പറയുന്നത് മെട്രിക്സ് 1-ലാണോ മെട്രിക്സ് 2-ലാണോ? മെട്രിക്സ് 2-ലാണ് വരുന്നത്. അപ്പോൾ ഓടെ നമ്പർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 40ന് മുകളിലായിരിക്കണം. ആൻഡ് അഗൈൻ എല്ലാത്തിലും ഈ പറയുന്നത് നോക്കുക, 40ന് മുകളിൽ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. 54 ഓ ഉണ്ട്. അടുത്തത് 56 വി ആണ്, ഒരിക്കലും ഇത് വരില്ല. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ, അല്ലെ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം വരുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇനിയിപ്പോൾ കൺവെൻഷണൽ രീതി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FROG എന്ന് നമ്മൾ എഴുതും. എന്നിട്ട് എഫിന്റെ പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ എഴുതിയെടുക്കും. അതായത് എഫ് ഇവിടെയാണല്ലോ കാണുന്നത്. അപ്പൊ നോക്കുക, എഫിന്റെ നോക്കുക, ഇവിടെ 47-ലുണ്ട്, അല്ലെ? 55-ലുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് എഴുതും. എന്നിട്ട് നമ്മൾ ഓപ്ഷൻ ക്രോസ് ചെക്ക് ചെയ്യും. അപ്പൊ അത് കുറച്ചുകൂടെ എന്താ ലെങ്തി ആണ്, അല്ലെങ്കിൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ ഈ രീതിയിൽ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം റേഞ്ച് നോക്കുക. റേഞ്ച് ഓക്കെ ആണെങ്കിൽ മാത്രം അത് നമ്മൾ ഈ പറയുന്ന മെട്രിക്സിൽ നോക്കിയിട്ട് കമ്പയർ ചെയ്താൽ മതി. റേഞ്ച് ഓക്കെ അല്ലെങ്കിൽ അതൊരിക്കലും നോക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമ്മൾ ഇവിടെ പറഞ്ഞത് നോക്കുക, 6 എന്ന് പറയുന്നത് നമുക്കറിയാം മെട്രിക്സ് 1-ൽ പെടുന്ന ആളാണ്. അപ്പൊ ഒരിക്കലും 40ന് മുകളിലുള്ള നമ്പർ വരാൻ പാടില്ല. രണ്ടാമത് 40ന് മുകളിലുള്ള നമ്പർ വരാൻ പാടില്ല. അപ്പൊ നമുക്ക് 76 ഒറ്റയടിക്ക് നമ്മൾ കളയാണ്, അല്ലെ? അപ്പൊ നമുക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ 3 ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോവാം. യെസ്. അപ്പൊ അടുത്ത നമ്മുടെ വാക്കെന്ന് പറയുന്നത് ഡിയിലാണ്, അല്ലെ? 2 മെട്രിക്സ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നോക്കുക, ഡി എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? ഡി എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, ഇവിടെ ഇല്ല, അല്ലെ? ഡി ഇവിടെ ഇല്ല. അപ്പൊ ഡിയുടെ വാല്യൂ ഒരിക്കലും വലുതാവാൻ പോകുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ എല്ലാം ചെറുത് തന്നെയാണ്. അപ്പൊ പോസിബിൾ ആണ്, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ 1-1 ഡി ഉണ്ടോ? 1-1 ഡി ഇല്ല. അപ്പൊ നൈസായിട്ട് ഒഴിവാക്കി. ഇനി നോക്കുക, 2-1 ഡി ഉണ്ടോ? 2-1 നോക്കുക, 2-1 ഡി ഉണ്ട്. അപ്പോൾ സി ആൻസർ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ബി നോക്കുക, 2-1 ആണ്, അതും ആൻസർ ആവാൻ സാധ്യതയുണ്ട്. ഡി നോക്കുക, 4-3 ആണ്. 4-3 എന്ന് പറയുമ്പോൾ നോക്കുക, 4-3 അല്ല. അപ്പൊ ഒരിക്കലും ഇത് ആൻസർ ആവുന്നില്ല. ആണോ അല്ലയോ? അത് ആൻസർ ആവുന്നില്ല. അപ്പൊ നമ്മൾ ഡി നോക്കി. ഇനി നമുക്ക് ഇ നോക്കാം. 2 ഓപ്ഷനേ ഉള്ളൂ, ബാക്കി ബിയും സിയും മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഇ എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? ഇ എന്ന് പറയുന്നത് ഇതിലുണ്ടോ? ഇതിലില്ല. അപ്പൊ ഇയുടെ വാല്യൂ എന്താവണം? ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് വലുതായിരിക്കണം, അല്ലെ? വലുതായിരിക്കണം. നോക്ക്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇയുടെ വാല്യൂ ഇവിടെ ഇല്ല. ഇയുടെ വാല്യൂ ഇതിലുണ്ടോ? ഇല്ല. ഈ ഇവിടെയാണ്,
ഇവിടെയാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 5-ന് മുകളിൽ അല്ലെങ്കിൽ 50-ന് മുകളിലായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ 50-ന് മുകളിലാവണം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ 32 32 നോക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു അവിടെ ഡി ഇല്ല എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നൈസായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. സോ ഈ രീതിയിൽ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടാണ് മെട്രിക്സ് കോഡിംഗ് അല്ലെങ്കിൽ മെട്രിക്സ് എന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. ഓൾറൈറ്റ്, സോ യെസ്, ദാറ്റ്സ് ഓൾ. ഇനി നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയോ എന്ന് എനിക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം തരാം. നിങ്ങളത് ആൻസർ ചെയ്യുക, സോൾവ് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ആൻസർ ഇപ്പം തന്നെ തരിക. ഓക്കെ അല്ലേ? റൈറ്റ്. സോ താങ്ക് യു സോ മച്ച്. ബിഫോർ വൈൻഡിങ് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ SSC എക്സാംസ്, ഏത് എക്സാം ആയിക്കോട്ടെ, ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, സ്റ്റാഫ് സെലക്ഷൻ നടത്തുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പല എക്സാമുകൾ നമുക്ക് അവൈലബിൾ ആണ്. MTS, അതുപോലെ GD അല്ലെ, CGL, CHSL, അങ്ങനെ ഒരുപാട് എക്സാമുകളാണ് ഓരോ വർഷവും നമ്മളുടെ മുന്നിലുള്ളത്. അപ്പം നിങ്ങൾ SSC എക്സാം കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതായത് നിങ്ങളിപ്പോൾ ബേസിക്സ് ഒന്നും അത്ര ക്ലിയർ അല്ല, കുറേ കാര്യങ്ങൾ മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ജേണിയിലോട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് ഏറ്റവും ടോപ്പിലോട്ട് നിങ്ങളെ എത്തിക്കാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ് SSC ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആണ് നിങ്ങളെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയോടുകൂടെ, പ്ലാനോടുകൂടെ വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മളുടെ SSC ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കാം. 600+ hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ ഡെയിലി 2 മുതൽ 3 ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ആഴ്ചയിൽ 5 മുതൽ 6 ദിവസം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ക്ലിയർ ആണോ? റൈറ്റ്. അപ്പോൾ കോഴ്സ് ഫീ കാണുന്നത് 5,999 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. ബൈ ബൈ. തരാം.